ഇന്ന് നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 1.25 ഗ്ലാസ് അരി, 1 ഗ്ലാസ് ഉഴുന്നും കുതിർത്തി വെച്ചത് ആണ്. പിന്നെ അര കയ്യിൽ ചോറും ഇത്ര ഇട്ട് അത് മുങ്ങത്തക്ക വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ച് ഇനി നമുക്ക് പാത്രത്തിൽ ഒഴിച്ച് വീർക്കാൻ വയ്ക്കാം. ഞാൻ രാവിലെ അരച്ച് വെച്ചതാണ്. ഇതേ 3-4 മണി, ഇപ്പോൾ വൈകുന്നേരം 4 മണിയായി. നല്ലപോലെ വീർത്തിട്ടുണ്ട് സോഫ്റ്റായിട്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം മസാലക്കറി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ച് അതിനകത്ത് 2 സവോള അരിഞ്ഞിട്ടുണ്ട്, 1 കഷ്ണം ഇഞ്ചി. സവോളയും ഇഞ്ചിയും അതിനകത്ത് ഇടാണ്. അത് നല്ലപോലെ ഒന്ന് വഴറ്റണം. അതുപോലെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളകും ഇതിനകത്ത് കൂടെ ഇടണം. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത്തിരി മസാല, ഒരു 1/4 ടീസ്പൂൺ മസാലയും കുരുമുളക് പൊടിച്ച് ഞാൻ 2 ടീസ്പൂൺ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3/4 ഭാഗം ഞാനിപ്പോൾ ഇടുന്നുള്ളൂ. അത് കൂടി ഇട്ട് നല്ലപോലെ ഒന്നും കൂടി വഴറ്റാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്നും കൂടി വഴറ്റാം. നല്ലോണം മിക്സായി ഇപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഞാൻ കുക്കറിൽ വേവിച്ചതാണ്. അത് 3 ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റും കൂടി കുക്കറിൽ വേവിച്ചിട്ട് അതിൽ ഉപ്പിട്ട് ഞാൻ നുറുക്കിയൊക്കെ ഉപ്പിട്ട് വെച്ചേക്കാണ്. ഇനി നമുക്കത് ഇതിനകത്തേക്കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതായി. ഇനിയിപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ, ഒരുപാട് വേണ്ട. ഇത് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഞാൻ ആദ്യത്തെ പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ച് രണ്ടാമത്തെ പാലാണത്. ഇത് ഒന്നൊഴിച്ച് ഒന്നങ്ങോട്ട് കുഴമ്പ് രൂപത്തിലായിട്ട് നമുക്ക് ആദ്യത്തെ പാൽ ഒഴിക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. അപ്പം ഇനി ആദ്യത്തെ പാലും കൂടി ഒഴിച്ച് അതായത് നല്ല ഒരു കുഴമ്പൻ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ നല്ല സോഫ്റ്റായിട്ട് വീർത്തിട്ടിട്ട് നമ്മൾ നല്ല വട്ടത്തിൽ അങ്ങോട്ട് പരത്തിയെടുക്കാം. അപ്പം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു കയ്യിൽ മസാലക്കറി ഒരു കയ്യിൽ അങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ ഇനി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കി പ്ലേറ്റിലേക്ക് എടുക്കാം. എന്നിട്ട് ചമ്മന്തി കൂട്ടി കഴിക്കാം.